Okay, so this is a very beautiful poem by Naseem Hikmat. Some advice to those who will serve time in prison. പ്രിസണിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള കുറച്ച് ഉപദേശങ്ങളാണ് നസീം ഹിക്മത്ത് ഈ ഒരു പോയത്തിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആക്ച്വലി അയാൾക്ക് അതിനൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. നസീം ഹിക്മത്ത് റാൻ, commonly known as Nazim Hikmat, was a Turkish poet, playwright, novelist, screenwriter, director, and a memoirist. He was described as a romantic communist or a romantic revolutionary. He was repeatedly arrested for his political beliefs and spent much of his adult life in prison or in exile. നസീം ഹിക്മത്ത് ടർക്കിഷ് പോയറ്റാണ്. ഒരുപാട് കാലം ജയിലിൽ കടന്ന വ്യക്തിയാണ്. സോ എന്തുകൊണ്ടും ജയിൽ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഉപദേശം നൽകാൻ യോഗ്യനുമാണ്. സോ ലെറ്റ് us look into what advice he is giving to those who are in prison. പ്രിസൺ ലൈഫ് എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് ഈ ഒരു പോയത്തിലൂടെ നസീം ഹിക്മത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹിക്മത്ത് വാസ് ഇംപ്രിസൺഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ വ്യൂസ് while he was living in Turkey. ടർക്കിയിലായിരിക്കുന്ന കാലത്ത് പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹം, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ റവല്യൂഷണറി ഐഡിയാസ് കാരണം അദ്ദേഹത്തിന് ഇംപ്രിസൺ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹെൻസ് ഹി ഹാഡ് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഓഫ് ദ ഇമ്പാക്ട് ഓഫ് പ്രിസൺ ഓൺ ദ ഇൻമേറ്റ്സ്. പ്രിസണിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ അനുഭവം, ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ ദിസ് പോയം ഹി ടെൽസ് പീപ്പിൾ വേസ് ടു ഓവർകം ദ ചലഞ്ചസ് ഓൺ ഫേസസ് ഇൻ പ്രിസൺ. പ്രിസണിലായിരിക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോട്ട് ടു തിങ്ക് ദാറ്റ് ഡെത്ത് ഈസ് ബെറ്റർ ദാൻ പ്രിസൺ. ഇങ്ങനെ ജീവിതം ഏകാന്തമായി കഴിച്ചുകൂടുന്നതിനേക്കാളും നല്ലത് മരണമാണ് എന്ന് ചിന്തിക്കുന്നതിലല്ല ഗുണമെന്നാണ് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതല്ലെങ്കിൽ പ്രിസണിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അദ്ദേഹത്തിന്റെ ഉപദേശം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോട്ട് ടു തിങ്ക് ദാറ്റ് ഡെത്ത് ഈസ് ബെറ്റർ ദാൻ പ്രിസൺ. പ്രിസണേക്കാളും നല്ലത് ബെറ്റർ നിങ്ങൾക്ക് മരിക്കുകയാണെന്ന് വിചാരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ യുവർ ഡെത്ത് ഈസ് വാണ്ട് യുവർ എനിമീസ് വാണ്ട്. നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണമാണ് നിങ്ങളുടെ എനിമി ആഗ്രഹിക്കുന്നത്. Therefore living is a kind of victory over your enemies. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എനിമിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്തിട്ടാണ്, പോരാടിയിട്ടാണ് നിങ്ങൾ ജയിൽ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അവരാഗ്രഹിച്ചെന്നത് അവർ നേടിക്കഴിഞ്ഞു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ തോറ്റുകൊടുക്കരുത് എന്നാണ് പറയുന്നത്. സോ പ്രിസണേഴ്സ് ഹാവ് ടു മേക്ക് അപ്പ് ദെയർ മൈൻഡ് ടു സർവൈവ് കം വാട്ട് മേ. എന്ത് വരുന്നത് വരട്ടെ അതിന് സർവൈവ് ചെയ്യാനുള്ള ഒരു ഊർജമാണ് പ്രിസണിലിരിക്കുന്നവർക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് ഇവിടെ നസീം ഹിക്മത്ത് പറയുന്നത്. സോ വാട്ട് വൺ ഷുഡ് ഡു ഇൻസ്റ്റെഡ് ഈസ് ടു ഗ്രൂം വൺ സെൽഫ് വെൽ. നമ്മൾ പിന്നെ പ്രിസണിലിരിക്കുന്ന ആളുകളൊന്ന് ഗ്രൂം ചെയ്യുകയാണ് ആവശ്യമായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് ഗ്രൂമിങ്, അതിനുള്ള ഒരു പ്രിപ്പറേഷൻ, അതിനുള്ള ഒരു മോൾഡിങ്ങിലേക്ക് വരിക എന്നുള്ളതാണ്. ഫോർഗെറ്റ് ഹൗ ഓൾഡ് വൺ ഈസ് ആൻഡ് ഈറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ടു റിറ്റൈൻ ഫിസിക്കൽ ഹെൽത്ത്. നമുക്ക് എന്താണ്, നമുക്ക് എത്ര വയസ്സായി എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു റിമെയിൻ ഹാപ്പി ആസ് സോറോ ക്യാൻ കിൽ പീപ്പിൾ വെൻ ദേ ആർ ഇംപ്രിസൺഡ്. അതോടൊപ്പം നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എങ്ങനെ നമ്മൾ ജയിൽ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കാൻ പറ്റും എന്ന ഒരു ചോദ്യമുണ്ട്.
അദ്ദേഹം നമ്മളോട് ഉപദേശിക്കുന്നത് 3 കാര്യങ്ങൾ. ഒന്ന്, ടു ഗ്രൂം വൺ സെൽഫ് വെൽ, നന്നായിട്ട് അങ്ങനെ ഒരു ജീവിതത്തിന് പാകപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. മറ്റൊന്ന്, നമ്മൾ ഏജിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇപ്പൊ എനിക്ക് ഇത്ര വയസ്സായി, ഇനിയിപ്പോ എന്നാണ് ഇതിൽ നിന്ന് മോചനം എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത്. ആക്റ്റീവ് ആയിരിക്കുക, ഫിസിക്കലി നമ്മൾ ഭക്ഷണം നല്ലപോലെ കഴിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇതൊക്കെയാണ് നമ്മളോട് ഉപദേശിക്കുന്നത്. While in prison, it is better to think about the freedom in nature symbolized by seas and mountains, rather than homely pleasures symbolized by roses and gardens. നമ്മൾ വീട്ടിലെ ഒരു സുഖ സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ലോകത്തേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുന്നത് നന്നായിരിക്കും. എന്ത് ഫ്രീഡമാണ്? ഫ്രീഡം ഇൻ നേച്ചർ സിംബലൈസ്ഡ് ബൈ സീസ് ആൻഡ് മൗണ്ടൻസ്. കടൽ, വിശാലമായ കടലുകൾ, കടൽ പ്രദേശത്തേക്ക് പോയി നോക്കുന്നത്, അതിൻ്റെ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതല്ലെങ്കിൽ വിശാലമായി പരന്നു കിടക്കുന്ന മൗണ്ടൻസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതല്ലാതെ നിങ്ങളെ വീട്ടിലെ കൊച്ചുമുറിയിലേക്ക് പോവാതിരിക്കുക എന്നാണ്. മനസ്സിനൊന്ന് വിശാലമാക്കി ആ ഏകാന്തവാസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിനെ ക്ലിയർ ആക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഈ പോയത്തിന്റെ ലൈൻസിലൂടെ ഒന്ന് ട്രാവൽ ചെയ്യാം. സോ എന്താണ് അദ്ദേഹം, ഹൗ ഹി സ്റ്റാർട്ട്സ്, if instead of being hanged by the neck you are thrown inside for not giving up hope. നമ്മൾ കൊലക്കയറില് തൂക്കിലേറ്റപ്പെടുന്നതിന് പകരം, if instead of being hanged by the neck you are thrown inside, നിങ്ങൾ അകത്തേക്കാണ് എടുത്തെറിയപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ കൊലക്കയറിൽ നിങ്ങളുടെ ജീവൻ കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് അകത്തേക്കാണ് നിങ്ങൾ എടുത്തെറിയപ്പെട്ടത്. സോ ദാറ്റ് മീൻസ് പ്രിസൺ ഫോർ നോട്ട് ഗിവിംഗ് അപ്പ് ഹോപ്പ് ഇൻ ദ വേൾഡ്. ലോകത്ത് ഈ ഉള്ള ജീവിതത്തിലെ പ്രതീക്ഷകൾ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി. യുവർ കൺട്രി, നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച്, അതുപോലെ ആളുകളെക്കുറിച്ച്. And if you do 10 or 15 years apart from the time you have left, you won't say, നിങ്ങൾക്ക് ഒരു പക്ഷേ 10-15 വർഷങ്ങൾ ഇതുവരെ നിങ്ങൾ കഴിഞ്ഞു പോയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് താമസിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, യു വോണ്ട് സേ, നിങ്ങൾ ഒരിക്കലും പറയരുത്. എന്ത് പറയരുത് എന്നാണ് പറയുന്നത്? ബെറ്റർ ഐ ഹാഡ് സ്വങ് ഫ്രം ദ എൻഡ് ഓഫ് എ റോപ്പ് ലൈക്ക് എ ഫ്ലാഗ്. നിങ്ങൾ ഒരു കയറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫ്ലാഗ് പോലെ, തൂങ്ങിക്കിടക്കുന്ന ഒരു ഫ്ലാഗ് പോലെ, ഒരു പതാക പോലെയാണോ? തൂങ്ങിക്കിടക്കാൻ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സൂയിസൈഡ് ചെയ്യരുത് എന്നാണ് ഈ ഒരു കമ്പാരിസണിലൂടെ, ഒരു സിമിലിയിലൂടെ ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ബെറ്റർ ഐ ഹാഡ് സ്വങ് ഫ്രം ദ എൻഡ് ഓഫ് എ റോപ്പ്. എനിക്ക് വല്ല കയറിട്ട് ഒരു ഫ്ലാഗ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്നാൽ മതിയായിരുന്നു എന്നൊരിക്കലും നിങ്ങൾ പറഞ്ഞു പോകരുത്. യു വിൽ പുട്ട് യുവർ ഫുട്ട് ഡൗൺ ആൻഡ് ലിവ്. നിങ്ങൾ കാലെടുത്ത് താഴെ വെക്കുക, ജീവിക്കാൻ തയ്യാറെടുക്കുക. ഇറ്റ് മേ നോട്ട് ബി എ പ്ലഷർ എക്സാക്ട്ലി, ഒരു പക്ഷേ അതൊരു പ്ലഷർ ആയിരിക്കണമെന്നില്ല. ബട്ട് ഇറ്റ് ഈസ് യുവർ സോളൻ ഡ്യൂട്ടി ടു ലിവ് വൺ മോർ ഡേ ടു സ്പൈറ്റ് ദ എനിമി. നിങ്ങളുടെ എനിമിയെ, ആ എനിമിയോട് പ്രതികാരം ചോദിക്കാൻ, അവന്റെ മുമ്പിൽ ജീവിച്ച് കാണിക്കാനുള്ള ധാർഷ്ട്യമാണ്, ധൈര്യമാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അവന്റെ മുമ്പിൽ അവൻ നിങ്ങളുടെ മരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാവാതിരിക്കുക. നിങ്ങൾ ഒരു വേള ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക. സോ put your foot down and live. It may not be a pleasure exactly, but it is your solemn duty. ഒരു പക്ഷെ നിങ്ങൾക്ക് വലിയ സന്തോഷമില്ലെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. കാരണം പലരും നിങ്ങളുടെ മരണത്തെ കാത്തു കഴിയുന്നുണ്ട്. അവർക്ക് മുമ്പ് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ് പോയറ്റ് നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിസണേഴ്സിനോട് അഡ്വൈസ് ചെയ്യുന്നു. സോ പാർട്ട് ഓഫ് യു മേ ലിവ് alone inside like a stone at the bottom of a well. സോ പാർട്ട് ഓഫ് യു മേ ലിവ് അലോൺ ഇൻസൈഡ്. നിങ്ങളുടെ ഒരു ഭാഗം ഈ ജയിലിനകത്ത്
ഒരു മൂലയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നേക്കാം. ലൈക്ക് എ സ്റ്റോൺ അറ്റ് ദ ബോട്ടം ഓഫ് എ വെൽ. ഒരു കിണറിനടിയിലെ ഒരു കല്ലിനെ പോലെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു ഭാഗം അവിടെ അവശേഷിപ്പിക്കേണ്ടി വന്നേക്കാം. ഇരുട്ടുമുറിയിൽ, അതല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ജീവിതം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. ബട്ട് the other part must be so caught up in the flurry of the world that you shiver there inside when outside at 40 days distance a leaf moves. നിങ്ങൾ ഈ റൂമിനകത്തേക്ക് എടുത്തെറിയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിച്ച് തീർത്ത വിശാലമായ ലോകത്തേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടണം, അങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകണം എന്നാണ് നമ്മളോട് കവി ആവശ്യപ്പെടുന്നത്. So to wait for letters inside, to sing sad songs, or to lie awake all night sharing at the ceiling is sweet but dangerous. നമ്മള് ലെറ്റേഴ്സ്, നമ്മൾക്ക് വായനയിലൂടെ നമുക്ക് സമയം ചെലവഴിക്കാം, പാട്ടുപാടിക്കൊണ്ട് നമുക്ക് സമയം ചെലവഴിക്കാം, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സീലിംഗിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് സമയം ചെലവഴിക്കാം. ഇറ്റ് ഈസ് സ്വീറ്റ് ബട്ട് ഡേഞ്ചറസ് ടു ലുക്ക് അറ്റ് യുവർ ഫേസ് ഫ്രം ഷേഡ് ടു ഷേഡ്, ഫർഗെറ്റ് യുവർ ഏജ് ആൻഡ് വാച്ച് ഔട്ട് ഫോർ ലൈസ് ആൻഡ് ഫോർ സ്പ്രിംഗ് നൈറ്റ്സ്. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഷേവിനെ പറ്റി എത്ര സമയമായി, എത്ര കാലമായി, നിങ്ങളുടെ വയസ്സെണ്ണി നിൽക്കുന്നതിനേക്കാളും അത് നിങ്ങൾ മറന്നു കളയുക. വാച്ച് ഔട്ട് ഫോർ ലൈസ്. നിങ്ങൾ പേനിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ തലയിലെ അരിച്ചുപോയി ജീവിക്കുന്ന ഒരു ജീവി ഉണ്ടല്ലോ, പെൻ, ലൈസ് ഇസ് എ പ്ലൂറൽ ഓഫ് ലവ്സ്. ആൻഡ് ഫോർ സ്പ്രിംഗ് നൈറ്റ്സ്, വസന്തമായിരിക്കുന്ന രാത്രിയെ നിങ്ങൾ വീക്ഷിക്കാൻ. ഓൾവേസ് റിമെമ്പർ ടു ഈറ്റ് എവറി ലാസ്റ്റ് പീസ് ഓഫ് ബ്രെഡ്. കിട്ടുന്ന ഭക്ഷണമെല്ലാം ഭംഗിയായിട്ട് കഴിക്കുക. ഓൾസോ ഡോണ്ട് ഫൊർഗെറ്റ് ടു ലാഫ് ഹാർട്ട്ലി. മനസ്സ് തുറന്ന് ചിരിക്കാൻ മറക്കാതിരിക്കുക. ആൻഡ് ഹൂ നോസ്, ദ വുമൺ യു ലവ് മേ സ്റ്റോപ്പ് ലവിങ് യു. ഡോണ്ട് സേ ഇറ്റ് ഈസ് നോ ബിഗ് തിങ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രേമഭാജനം ഒരു പക്ഷേ നിങ്ങളെ ആ സ്നേഹം അവസാനിപ്പിക്കില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഡോണ്ട് സേ ഇറ്റ് ഈസ് നോ ബിഗ് തിങ്. ഇതൊരു വലിയ കാര്യമല്ല എന്നൊന്നും പറയണ്ട. ഇറ്റ് ഈസ് ലൈക്ക് ദ സ്നാപ്പിംഗ് ഓഫ് എ ഗ്രീൻ ബ്രാഞ്ച് ടു ദ മാൻ ഇൻസൈഡ്. നമ്മൾ അകത്തുള്ള മനുഷ്യന്റെ ഒരു ഭാഗം കട്ട് ചെയ്തു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മളിപ്പോ ഒരു ട്രീ എടുക്കുകയാണെങ്കിൽ ആ ട്രീയുടെ ഒരു ഭാഗം നമ്മൾ എടുത്തു മാറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുവെക്കാറില്ലേ? എന്നതുപോലെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗം അങ്ങനെ ഒരു ബ്രാഞ്ച് മുറിച്ചെടുത്ത് ജയിലിനകത്ത് വെച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇറ്റ് ഈസ് നോട്ട് ദ ഹോൾ ലൈഫ് ഓർ ലിവിങ്. ടു തിങ്ക് ഓഫ് റോസസ് ആൻഡ് ഗാർഡൻസ് ഇൻസൈഡ് ഈസ് ബാഡ്. നിങ്ങളുടെ അകത്തുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഗാർഡനകത്തുള്ള, വീടിന്റെ തൊട്ടടുത്തുള്ള റോസിനെ കുറിച്ചോ ഗാർഡനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട, അത് നല്ലതല്ല. ടു തിങ്ക് ഓഫ് സീസ് ആൻഡ് മൗണ്ടൻസ് ഈസ് ഗുഡ്. കുറച്ചുകൂടി വിശാലമായ മൗണ്ടൻസിനെ കുറിച്ച്, പരന്ന പരാവാരം പോലെ പരന്ന് കിടക്കുന്ന കടലിനെ കുറിച്ച്, അവിടെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. റീഡ് ആൻഡ് റൈറ്റ് വിത്തൗട്ട് റെസ്റ്റ്. ഇഷ്ടംപോലെ വായിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് എഴുതാനുള്ള അവസരമാണ്. പുസ്തകം എഴുതാം, നിങ്ങൾക്ക് കഥകൾ എഴുതാം, അനുഭവങ്ങൾ എഴുതാം. ആൻഡ് ഓൾസോ ഐ അഡ്വൈസ് വീവിങ് ആൻഡ് മേക്കിംഗ് മിറേഴ്സ്. നിങ്ങൾക്ക് തുന്നല്, അതുപോലെ മിറേഴ്സ് ഉണ്ടാക്കുക, പല കാര്യങ്ങൾ, കൺസ്ട്രക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാമെന്നാണ് പോയറ്റ് നമ്മളോട് ഇവിടെ ഈ പ്രിസണേഴ്സിനോട് പറയുന്നത്. സോ ഐ മീൻ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് യു കാൺ പാസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് 10 or 15 years inside and more. ഒരു പക്ഷെ നിങ്ങൾക്ക് 10 or 15 വർഷം ഇതിനകത്ത് ചെലവഴിക്കാൻ കഴിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. യു ക്യാൻ, നിങ്ങൾക്കത് കഴിയും. It is possible as long as the jewel on the left side of your chest doesn't lose its luster. നിങ്ങളകത്ത് ഉള്ള ഈ ഇടത് ഭാഗത്തുമുള്ള ഭാഗമുണ്ടല്ലോ, എന്താണ് അതിന് പറയാ? ഹാർട്ട് അല്ലെ? നിങ്ങളുടെ ഇടതുവശത്തുള്ള ഹാർട്ട് ഭംഗിയായി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതൊരു ജ്വൽ ആയി,
അതല്ലെങ്കിൽ ഒരു ആഭരണമായി, അതൊരു അലങ്കാരമായി നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സാധിക്കും, ഇത്രയും വർഷം ജീവിക്കാൻ സാധിക്കുമെന്നാണ് പോയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സോ ഒരു ഹാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. 10 or 15 years is nothing. സോ ഒരു പ്രതീക്ഷയാണ് ഈ പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ നൽകുന്നത്. ഓക്കെ, സോ ദ ബ്രേക്കിംഗ് ദ ബൗണ്ടറീസ് ഓഫ് സിലാബിക് മീറ്ററിന് നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഫ്രീ വേഴ്സിലൂടെയാണ് നമ്മളെ ഈ നസീം ഹിക്മത്ത് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ പോയറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്രീ വേഴ്സ്. പലപ്പോഴും ഒരുപാട് മീറ്ററിന്റെ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ടാണ് കവിതകൾ ഫോം ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ ഹീസ് ടേക്കിംഗ് പ്ലഷർ ഇൻ ബ്രേക്കിംഗ് ദ ബൗണ്ടറീസ് ഓഫ് സിലബിക് മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ചർച്ചയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നിങ്ങൾ ഇതിന്റെ നോട്ട്സ് ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ഒന്ന് നല്ലപോലെ വായിക്കുക, ക്വസ്റ്റ്യൻസ് വായിക്കുക. അതിന്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് ലൈവായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലെറ്റ് us meet in the next class for a live discussion. Till then, bye.